കൊടുങ്ങല്ലൂരിൽ യുഡിഎഫിനെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാനാണ് എൽഡിഎഫ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ഒ.ജെ. ജനീഷിനെതിരെ വയനാട് ഫണ്ട് വിവാദമുയർത്തി കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പിൽ സജീവമാകാൻ ഡിവൈഎഫ്ഐ അടക്കം മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. അതിനിടെ സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ മറവിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? മരണത്തെ വിറ്റുതിന്ന യൂത്ത് കോൺഗ്രസിന് മാപ്പില്ല എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാള ടൗണിൽ വിചാരണ സദസ്സ് നടത്തി. ഉന്നം വ്യക്തം. യുഡിഎഫ് സ്ഥാനാർത്ഥി ഒ.ജെ. ജനീഷ്. യൂത്ത് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ എൽഡിഎഫ് തീരുമാനം. പരമാവധി ആ വിഷയത്തിൽ എൽഡിഎഫ് വിജയം കാണുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരായ പോസ്റ്ററിന് മുകളിൽ ഒ.ജെ. ജനീഷിന്റെ പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെയും മാളയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധമുണ്ടായി. കൊടുങ്ങല്ലൂരിൽ വയനാട് ഫണ്ട് പിരിവ് ചർച്ചയാക്കി ഡിവൈഎഫ്ഐ പോസ്റ്റർ പ്രചരണവും ഉപവാസ സമരങ്ങളും നടത്തുന്നതിനിടെയാണ് പോസ്റ്റർ നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണവും പുറത്തുവരുന്നത്. പോസ്റ്റർ പതിച്ചത് വീഡിയോ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിനിടെ ഡിവൈഎഫ്ഐക്ക് മറുപടിയുമായി സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് പിരിവ് നടത്താനോ രസീത് കുറ്റിയോ ബക്കറ്റുമായോ അല്ല. ബിരിയാണി ചലഞ്ച്, ബൾബ് ചലഞ്ച് തുടങ്ങിയ വൈവിധ്യമാർന്ന ജനകീയ ചലഞ്ചുകളിലൂടെ ഞങ്ങൾ സ്വരൂപിച്ചത് 1,05,00,000 രൂപയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഈ തുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് കെപിസിസി പ്രസിഡന്റിന് കൈമാറുന്നത് നാട് കണ്ടതാണ്. മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതുമാണെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുപ്പ് മുന്നോട്ടു പോവുകയാണ്. മീഡിയ ടൈം, മാള.